എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുതാഴത്തിനടുത്ത് കലാകുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. പല രീതിയിലുള്ള കലകളുമായിട്ട് അതെല്ലാം ഒന്ന് സമന്വയിപ്പിച്ചിട്ട് പോകുന്ന അങ്ങനെ ഒരു വളരെ വേണ്ടപ്പെട്ട ഏതാനും കൂട്ടർ. അതിൽ ഓരോരുത്തരെയായിട്ട് ഞാൻ സംസാരത്തിനിടെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നിങ്ങൾക്ക് നേരത്തെ തന്നെ പരിചയമുള്ള ഒരാളാണ് പല്ലവി മോളെ ഏഷ്യാനെറ്റ് ജൂനിയർ ശാസ്ത്രങ്ങളിലൂടെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. നമ്മുടെ പ്രിയപ്പെട്ട രതീഷ്, അനുഗ്രഹീത കലാകാരൻ, പാട്ടുകാരൻ, പല്ലവിയുടെ ഗുരു കൂടി അല്ലേ, ഗുരു കൂടിയാണ് രതീഷ്. അതുപോലെ തന്നെ ഭാര്യ ഷൈനി നല്ലൊരു നർത്തകിയാണ്. അപ്പോൾ കലാരംഗത്ത് ഈ പറയുന്ന രീതിയിൽ കുഞ്ഞുമോൻ കൂടെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നടക്കുമ്പോൾ കുഞ്ഞുമോൻ ഇങ്ങനെ ഓടിയും ചാടിയും ഓരോരുത്തർ എന്ത് ചെയ്യുന്നു, ചേച്ചി എന്ത് ചെയ്യുന്നു, അച്ഛൻ എന്ത് ചെയ്യുന്നു, അമ്മ എന്ത് ചെയ്യുന്നു എന്നിങ്ങനെ അതൊരു എനർജിയാണ് ഒരു കുടുംബത്തിന്. അപ്പോൾ എനിക്ക് പൊതുവായിട്ട് നിങ്ങളുടെ കലാജീവിതത്തെക്കുറിച്ച് നിങ്ങൾ എങ്ങനെയൊക്കെ ഇതെല്ലാം സമന്വയിപ്പിച്ച് മുന്നോട്ട് പോകുന്നു, ജീവിതത്തിൽ എന്താണ് ഇനി അങ്ങോട്ടുള്ള കാഴ്ചപ്പാടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. അതാണ് പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരു വലിയ നമസ്കാരം ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് അജിത്തേട്ടൻ നമ്മളെ ഒരു കുറച്ച് നേരം ഇങ്ങനെ ഒരു സംസാരം അല്ലേ. പ്രത്യേകിച്ച് നമ്മൾ പല ഇൻ്റർവ്യൂസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പലപ്പോഴും പല്ലവിയുടെയോ എൻ്റെയൊക്കെ ഒരു സംഗീത ജീവിതത്തെ അല്ലെ ആ ഒരു ചെറിയൊരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും അല്ലേ. അജിത്തേട്ടൻ തുടക്കത്തിൽ തന്നെ വളരെ ഒരു ഫ്രീ ടോക്ക് നമുക്ക് അതാണ് ഇന്നത്തെ ആവശ്യം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകരും കാണാൻ ആഗ്രഹിക്കുന്നതും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും ഒരുപക്ഷെ അതായിരിക്കും, അങ്ങനെയായിരിക്കാം. ഈ ഒഫീഷ്യൽ ടോക്കിനപ്പുറത്തേക്ക് നമ്മൾ ഫ്രീ ആയിട്ട്. ഞങ്ങളുടെ ഒരു കലാജീവിതത്തെ പറ്റി പറയുകയാണെങ്കിൽ എവിടുന്ന് തുടങ്ങണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എവിടുന്ന് തുടങ്ങണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും. ഞങ്ങളുടെ കാണാം ഒരു കുടുംബമായിട്ട് മാറുന്നത്. തീർച്ചയായും. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ പാപ്പിനിശ്ശേരി സ്വദേശിയാണ്. പാപ്പിനിശ്ശേരി പഞ്ചായത്തില് ധർമ്മക്കിണർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കുടുംബത്തിലാണ് ഞാൻ, സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് വളർന്നതൊക്കെ. എൻ്റെ അച്ഛൻ്റെ പേര് ചന്ദ്രൻ എന്നാണ്. അച്ഛൻ പാപ്പിനിശ്ശേരി വലിയപട്ടം ടൈൽ വർക്സിലെ ഒരു ജീവനക്കാരൻ. നമ്മുടെ പഴയ വോട്ട് കമ്പനി. അതെ, പഴയ കമ്പനി. അതെ, വോട്ട് കമ്പനിയിൽ പറഞ്ഞു വരുമ്പോൾ ഞാനും പാപ്പിനിശ്ശേരിക്കാരനാണ് കേട്ടോ. വോട്ട് കമ്പനിയുടെ അതിൽ നിന്ന് അച്ഛൻ്റെ ഒരു വരുമാനത്തിൽ നിന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പഠിച്ചതും വളർന്നതും ഒക്കെ. ഇന്നീ കാണുന്നത് എന്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അധ്വാനത്തിന്റെ ഫലം. അപ്പൊ നിങ്ങൾ എത്ര പേരായിരുന്നു? 2 മക്കളാണ്. എനിക്കൊരു അനിയത്തി, പേര് രചന എന്നാണ്, രജി എന്നാണ് വിളിക്കുന്നത്. പിന്നെ അമ്മയുടെ പേര് വസന്തകുമാർ. ഇപ്പം അനുജത്തി എന്ത് ചെയ്യുന്നു? അനുജത്തി കുടുംബിനിയായിട്ട്, അനിയത്തി കല്യാണം കഴിച്ചിരിക്കുന്നത് ഇരിക്കൂർ പട്ടാന്നൂര് അവിടെയാണ്. അവളുടെ ഭർത്താവിന്റെ പേര് മനോജ് എന്നാണ്. പുള്ളിക്കാരന് അവരിപ്പോ പുള്ളി ഗൾഫിലായിരുന്നു. 2 മക്കളുണ്ട്, 2 ആൺകുട്ടികളാണ്, അനുരാജും അനുജിത്തും. 2 പേരും നല്ലോണം പാടും. മക്കള് നന്നായിട്ട് പാടും. അവനിപ്പം +2-നാണ്. അവരും എന്റെ സ്റ്റുഡന്റ് ആണ്. ഇവരൊക്കെ പഠിപ്പിച്ച ഞാൻ തന്നെയാണ്. അമ്മ പാടും, എന്റെ അമ്മ. അപ്പൊ അത് ആ ഒരു ഇതെങ്ങനെ ഹെറിഡിറ്ററി ആയിട്ടല്ലേ അതിങ്ങനെ പകർന്നു പോകുന്നതാണ്. അമ്മയുടെ അച്ഛന്റെ പേര് രാഘവൻ നമ്പ്യാർ എന്നാണ്. അപ്പൊ അച്ചാച്ചൻ പാടും, അച്ചാച്ചന്റെ അച്ഛനും പാടും. അവരൊക്കെ അത്യാവശ്യം പാടും, പാടാനുള്ള സംഗീത വാസനയുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ അമ്മയിലേക്കും ആ പാരമ്പര്യം കിട്ടിയിട്ടുണ്ട്. അമ്മ പഠിച്ച സ്കൂളുകളിലൊക്കെ തന്നെയാണ് ഞാനും പഠിച്ചത്. പാപ്പിനിശ്ശേരി വെസ്റ്റ് LP സ്കൂളിലാണ് ഞാൻ എൻ്റെ 4ാം ക്ലാസ് വരെ പഠിച്ചത്. 1 മുതൽ 5 വരെ പാപ്പിനിശ്ശേരി വെസ്റ്റ് LPയിലും, 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും കല്യാശ്ശേരി സൗത്ത് UP സ്കൂളിലും, 8 മുതൽ +2 വരെ ഞാൻ പാപ്പിനിശ്ശേരി പഞ്ചായത്ത് ഹൈസ്കൂളിലുമാണ് പഠിച്ചത്. ഈ സമയത്ത് തന്നെ പാട്ടിനോടുള്ള ഒരു താല്പര്യം അന്നുണ്ടായിരുന്നു, കലയോട്. അതുവഴി ഞാൻ പറയാം. കാരണം വെച്ചാല് അമ്മ പണ്ട് സ്കൂളുകളിൽ, നമ്മള് കല്യാശ്ശേരി സൗത്ത് UP സ്കൂൾ എന്നാണ് പറയുന്നത്, അതിന്റെ ഒഫീഷ്യൽ പേരെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയുന്ന വയലിലെ സ്കൂൾ. അന്ന് നമ്മൾ ഒരുപാട് നടക്കണം, 20-25 മിനിറ്റോളം നമുക്ക് നടക്കാനുണ്ട്. മഴക്കാലത്താണെങ്കിൽ മുട്ടോളം വയലിലൂടെയൊക്കെ നെല്ലിന്റെ ഇടയിൽ കാണുക പോലുമില്ല, കൂട്ടായിട്ടാണ് പോവുക. ഇന്ന് വീട്ടിന്റെ മുറ്റത്തൂടെ സ്കൂൾ ബസ് പോകുമ്പോൾ ഞങ്ങൾ ആലോചിക്കാറുണ്ട് എന്ത് സുഖമാണ് പിള്ളേർക്കത്. പക്ഷേ അന്ന് അമ്മയുടെ ഈ കാലഘട്ടത്തിൽ അമ്മ ഈ സംഘഗാനത്തിനൊക്കെ പാടിയിട്ട് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് കൂട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഭയങ്കര എതിർപ്പാണ്. അമ്മ പാടുന്ന കൊണ്ടാണല്ലോ അന്ന് മത്സരത്തിന്. പക്ഷെ അന്ന് തിരിച്ച്
പെൺകുട്ടികളൊക്കെ അങ്ങനെ പാടാൻ പോകാൻ പാടില്ല എന്ന ലെവലിലാണ് അമ്മ വളർന്നത്. അതിന്റെ വിഷമം അമ്മയ്ക്കാണ്. സ്കൂളില്ലാത്ത സമയത്തൊക്കെ അമ്മ ഉച്ചയ്ക്ക് ഉറക്കാനൊക്കെ കിടത്തും, എന്നെ അനിയത്തിനൊക്കെ. ഈ ഉറക്കാൻ കിടത്തുമ്പോൾ പലപ്പോഴും പാട്ടൊക്കെ പാടിയ അമ്മ ഉറക്കാൻ കിടത്തുന്നത്. അന്ന് അമ്മ പാടിത്തന്ന ഏതെങ്കിലും പാട്ടുകളിൽ ഓർമ്മയുണ്ടോ? ഞാനിപ്പോ പറയാം, ഞാനത് പറയാൻ. അമ്മ പാടിത്തന്ന പാട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം കേട്ട സിനിമ ഗാനം. ആ പാട്ട് ഇതാണ്: സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം, ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം, ആശതൻ തേരിൽ നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവെക്കാം, ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം. ഇന്നും ഈ പാട്ടുകൾ എവിടെ കേട്ടാലും എനിക്ക് എൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ മണവും എൻ്റെ അമ്മയുടെ ചൂടൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. അതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം കൂടെ അല്ലേ, സന്തോഷ നിമിഷം കൂടിയാണ്. അതാ ഞാൻ പറയണത്. ഈ പലപ്പോഴും ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, പല പാട്ടുകളും നമുക്ക് പല നിമിഷങ്ങളെയും കൊണ്ടുവരും. അതെ, സത്യമല്ല? തീർച്ചയായും. അതാണ് ഞാൻ പറഞ്ഞ വാക്ക്. എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ അമ്മയുടെ ചൂടും എനിക്ക് എൻ്റെ അമ്മയുടെ മണവും എനിക്ക് കിട്ടുന്നു. ആ അമ്മയുടെ സാമീപ്യം അല്ലേ ശരിക്കും അനുഭവിക്കുന്ന പോലെയാണ് അത്. ആ ഒരു അതിലൂടെയാണ്. പിന്നെ കൊച്ചുനാള് ഞാൻ അംഗനവാടി തൊട്ടാണ് പാടി തുടങ്ങുന്നത്. അന്ന് ബാലവാടി. അതെ, ഇപ്പൊ ബാലവാടി കലോത്സവത്തില് ഞാൻ ആദ്യം പാടിയ പാട്ട് അത് കഴിഞ്ഞ ആഴ്ചയും കൂടെ അച്ഛൻ മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാനൊരു ആംഗ്യപ്പാട്ടിന് പോയി. കോഴിക്കുഞ്ഞുങ്ങൾ ഞങ്ങൾ മുട്ടയിൽ നിന്നും പോട്ടിങ് വന്നു, ആഹാ ആഹാ ആനന്ദം എന്നാണ് പാടുന്നത്. പക്ഷെ ആദ്യമായിട്ട് വേദി കയറി രണ്ടുപേരും പാടിയപ്പോ മുഴുവൻ ജനങ്ങളുടെ കറുത്ത തലയൊക്കെ കണ്ട് പേടിച്ച് കരഞ്ഞ് നിലവിളിച്ച് ഇറങ്ങിയ ഒരാളാണ് ഞാൻ. അതായത് ആദ്യ വേദിയിൽ കരഞ്ഞിറങ്ങിയ ഒരാളാണ്. എന്നിട്ട് ടീച്ചറും ഇവരെല്ലാവരും മോനെ ഒന്നും കൂടെ പാടും. ഇന്നത്തെ പോലെയുള്ളതല്ലല്ലോ. രണ്ടാമതും എന്നെ കൊണ്ട് പാടിച്ച് അന്ന് എനിക്ക് 1ാം സമ്മാനം കിട്ടി. അന്ന് പാടിയിട്ട് ഫസ്റ്റ് പ്രൈസ് മേടിച്ചു. ഈ പാത്രവും അതെ ചെറിയ കോപ്പയും പാട്ടേക്കാണല്ലോ നമുക്ക്. പക്ഷെ അന്ന് ഒരു മോട്ടിവേഷനാണ് നമ്മൾ ആലോചിക്കേണ്ട. ആ ഒരു നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു അല്ലേ, ആ ഒരു പ്രചോദനമാണ് പിന്നീട് അങ്ങോട്ട് നമുക്ക് പാടാം. പക്ഷെ നിങ്ങൾ ഈ പറയുമ്പോൾ പല പ്രഗത്ഭരായ പ്രാസംഗികരും ഇതേപോലെ അവരാദ്യം നിന്ന് വേർത്ത് അവർക്ക് എന്താ പറയണില്ല മറന്നു പോയിട്ട് വേറെ വാക്കുകളൊക്കെ പറയുന്നത്. അങ്ങനെ ഇതിനെ അതെ സഭാകമ്പം ഭയങ്കരമായിട്ട് അന്ന് അവിടെ കഴിഞ്ഞു. ഒരു 3 വയസ്സിലോ 3.5 വയസ്സിലോ കഴിഞ്ഞു കാണും. അന്ന് അവിടെ കഴിഞ്ഞു. പിന്നീട് എല്ലാ വർഷവും പിന്നെ അംഗനവാടിക്ക് ചാമ്പ്യൻഷിപ്പും ഒക്കെ മേടിച്ചേ. അന്ന് പാട്ട് മാത്രമല്ല ഒപ്പനൊക്കെ കളിച്ചിട്ടൊക്കെ ഉണ്ട്. പെൺകുട്ടികളുടെ ഇല്ലാതിരിക്കുമ്പോ ഈ എന്റെയും എന്റെ കൂട്ടുകാരനുണ്ട് സനില്, ഞാനും അവനും കുറച്ച് നീളമുണ്ട്. എനിക്ക് ഇപ്പോഴും എന്റെ ചെറിയ ഓർമ്മയുണ്ട്. അപ്പൊ ഞാനും സനിലും പറകില് അവസാനം തട്ടോക്കെ ഇട്ടപ്പോ നമ്മൾ ആണേതാ ഒപ്പനൊക്കെ കളിച്ചിട്ടുണ്ട്. ഈ സനിലായിട്ട് ഇന്ന് ഇപ്പോഴും ബന്ധമുണ്ടോ? നല്ല ബന്ധമാണ്. ചിലപ്പോ അവനിത് കാണുമ്പോ ചിലപ്പോ ഒരു സുശീല ടീച്ചറൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ അംഗനവാടിയും തുടങ്ങി. പിന്നെ പബ്ലിഷ് സ്കൂളിലെത്തി ഞാന് 4ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് ഈ പാട്ട് സബ് ജില്ലാ കലോത്സവത്തിന് സംഘഗാനത്തിനൊക്കെ ഓരോ ക്ലാസ്സിൽ നിന്നും 3ാം ക്ലാസ് ചെറുതായതുകൊണ്ട് എടുത്തിട്ടില്ല. 4ാം ക്ലാസ്സിലെ കുട്ടികളെ തൊട്ടാണ് ഈ പാടുവോ ഇല്ലയോ എന്നൊക്കെ മാഷന്മാർ പാടിച്ചു നോക്കും. അങ്ങനെ പാപ്പനശ്ശേരിയുള്ള PP ബാലകൃഷ്ണൻ മാഷ്, അന്ന് ഞങ്ങളുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും എന്റെ ഗുരുനാഥൻ ആയിരുന്നു. പക്ഷെ എന്നെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ എന്നെ ശരിക്ക് ഈ സംഗീത രംഗത്ത് സ്കൂളിൽ നിന്ന് എന്നെ കൈ പിടിച്ചെന്നല്ല, എന്നെ ഇങ്ങനെ കൈ പിടിക്കാൻ ആയതിനു ശേഷം ഇഷ്ടം പോലെ ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വാക്ക് മനസ്സിലായി. കൈ പിടിക്കാൻ ഈ പ്രായത്തിൽ പ്രേക്ഷകർക്കും വളരെ കൃത്യമായിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവും. ആരൊക്കെയോ പിന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നെ കണ്ടെടുക്കാൻ ഒരാളെ ഉണ്ടായിരുന്നു, ബാലകൃഷ്ണ മാഷ്. മാഷ് ഇന്നില്ല. മാഷിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാനും എൻ്റെ കുടുംബവും ഒക്കെ പ്രണാമം അർപ്പിക്കുക. ഞാനും കൂടെയുണ്ട്. കാരണം മാഷെ പറ്റി അത് പലപ്പോഴും ഇങ്ങനെ. പക്ഷെ മാഷാണ് എന്നെ പാടും അങ്ങനെ കണ്ടെത്തിയിട്ട്. അന്ന് എനിക്ക് ചെറിയ കുട്ടിയല്ലേ. അല്ല മറ്റേ വലിയ കാഴ്ചപ്പാടുകളൊന്നും അന്ന് ഉണ്ടാവില്ലല്ലോ. അന്നിപ്പം നമ്മളൊരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ തന്നെ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ കൂടുതൽ പറയും. അങ്ങനെ മാഷ് അച്ഛനും അമ്മയാണ്, ഫോണൊന്നുമില്ല, വീട്ടില് വന്ന്. കാരണം നമ്മളെ ഈ നാടും മാഷ് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഈ ജനകീയമായ ഇടപെടൽ ഭയങ്കര. അങ്ങനെ മാഷ് വീട്ടിൽ വന്നിട്ട് അമ്മേനോടും അച്ഛനോടും പറഞ്ഞു,
പിന്നെ മോൻ നന്നായിട്ട് പാടുന്നുണ്ട്, അവന് പാട്ട് പഠിപ്പിക്കണം. അങ്ങനെ മാഷയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നെ വീട്ടിനടുത്ത് തന്നെ ഒരു കണ്ണം ഭാഗവതരുടെ മക്കള് രഞ്ജിനി ടീച്ചറാണ് എന്നെ ആദ്യം പാട്ട് പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ആ പ്രായത്തിൽ ശരിക്കും 3-ാം ക്ലാസ്സിന്റെ ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയത്. കർണാട്ടിക് മ്യൂസിക്. എന്തായാലും നല്ല ടൈമാണ് പ്രായം പഠിച്ചു വരാനല്ലേ. അതെ, 4-ാം ക്ലാസ്സിന് ഞാൻ സബ് ജില്ലാ കലോത്സവത്തിൽ ഞാൻ പാടും എന്ന് കാണുമ്പോൾ സ്കൂളിന്റെ മെയിൻ കുട്ടിയായിട്ട് ലളിതഗാനം, മലയാളം കവിത, കഥാപ്രസംഗം, മാപ്പിളപ്പാട്ട്, സംഘഗാനം, 5 ഐറ്റം. ഇന്ന് കുട്ടികൾക്ക് ഇഷ്ടംപോലെ 3 ഐറ്റം ഒക്കെ പങ്കെടുക്കാം. കുറച്ച് വർഷങ്ങൾ മുന്നേ വരെ 5 അങ്ങനെയായിരുന്നു. അതായത് ഞാൻ ആദ്യം പറഞ്ഞ കഥാപ്രസംഗം ചന്ദനക്കെട്ടിൽ എന്ന് പറഞ്ഞ കഥാപ്രസംഗം, അത് ഇന്ന് ഓർക്കുന്നുണ്ട്. ചെറിയ ഓർമ്മകളൊക്കെയാണ്. എന്തെങ്കിലും ഒരു ചെറിയ കഥാപ്രസംഗം സാംബശിവനെയൊക്കെ അങ്ങനെ ഓർമ്മ വരികയാണ്. നാട്ടിലെ തമ്പുരാന്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം, കട്ടിൽ കടയുവാനാ കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. അതെ, രാജാവ് കൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാന് അന്ന് വളപട്ടണം സ്കൂളിലായിരുന്നു തോന്നും, സബ് ജില്ല. ഈ നമ്മള് TV ഒന്നും ഇല്ലാതിരിക്കുമ്പോ നമ്മുടെ വീട്ടിൽ അന്നൊക്കെ ഈ ചെമ്മണി വിളക്കൊക്കെ, ഈ ചെമ്മണി കൂട് കത്തിച്ച് ആ കൂട് കത്തിച്ച് എടുത്ത് വെച്ചതാ പറയാ. അപ്പൊ ഈ പറയുന്ന പോലെ ഈ 8 മണിക്കും 9 മണിക്കൊക്കെ നമ്മൾ ഉറങ്ങും വീട്ടിലെല്ലാവരും. അച്ഛൻ രാവിലെ പോകണം. അപ്പൊ രാവിലെ പോകുമ്പോ ഈ ഭക്ഷണം കൊണ്ടുപോകൊണ്ട് അമ്മ രാവിലെ ഒരു 4-4:30 മണിക്ക് എഴുന്നേക്കണം. ഈ 4:30 മണിക്ക് എഴുന്നേക്കും. നമ്മുടെ വീട്ടിലെ ശീലം എന്ന് പറയുന്നത് നേരത്തെ കിടക്കും. 9 മണിക്കൊക്കെ നമ്മളെ വീട്ടിൽ 11:30 മണി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ഇപ്പോഴും ഞാൻ രാവിലെ 5 മണി 5:15 എഴുന്നേക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് 8 മണിക്ക് ഉറങ്ങും. ഈ സബ് ജില്ലാ കലോത്സവത്തിന് കഥാപ്രസംഗമൊക്കെ ഞാൻ പറഞ്ഞത് 9:30 മണിക്കാണ്. ഈ 9:30 മണിക്ക് അമ്മ പറയും ഇതേമാതിരി ഞാൻ ഉറങ്ങി, അമ്മയുടെ മടിയിൽ ഉറങ്ങി. ഈ ഉറങ്ങിയിട്ട് 8-9 മണി മോനെ എണീക്ക് കഥാപ്രസംഗം അറിഞ്ഞൂടാ, ഒരു കഥാപ്രസംഗം പറയാനേ. ഇങ്ങോട്ട് മുഖത്ത് കുപ്പിയിലെ വെള്ളമൊക്കെ ആക്കിയിട്ട് മുഖത്തൊക്കെ എന്നെ സ്റ്റേജിൽ കൊണ്ട് നിന്നിട്ട് ഞാൻ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഞാൻ വീട്ടിൽ വന്നു. നമ്മള് രാത്രി അച്ഛനമ്മക്ക് നമ്മളെല്ലാരും വന്നു. രാവിലെ എഴുന്നേറ്റപ്പോ എന്റെ വീടിന്റെ തൊട്ടടുത്ത് മറ്റേ ഒരു കടയുണ്ട്, പണ്ടേരി പീടിയാന്ന് പറയും. അപ്പൊ നമ്മളെല്ലാം ഒരു കുടുംബം പോലെ ആണ് കഴിയുന്നത്. അന്ന് വിശേഷം എല്ലാവരും നമ്മള് മുറ്റത്തോടെയും അല്ലെ എല്ലാവരും കണ്ടത്തിലൂടെയും എല്ലാവരും സമന്മാരാണ്. സാമ്പത്തികമായിട്ടൊക്കെ എല്ലാവരും ഒരേപോലെ. അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ എന്റെ ഓർമ്മയിലൊക്കെ ഗ്ലാസ് എടുത്ത് വന്നിട്ട് മുളക് പൊടി വാങ്ങിക്ക് തിരിച്ചത് കടം കൊടുക്കുകയൊക്കെ. പിന്നെ നമ്മളിപ്പം ഞാൻ തന്നെ കേട്ടിട്ട് കുറച്ച് ഉപ്പിങ് എടുത്തിനെ എന്ന് പറയുന്നത്. അതെ. അപ്പൊ അങ്ങനെ ഞാൻ രാവിലെ അവിടെ ഒരു വലിയ മാവുണ്ട്. അപ്പൊ അവിടെ ഈ മാങ്ങ വീഴും, കണ്ണി മാങ്ങ. അപ്പൊ രാവിലെ ഞാനും എന്റെ അനിയത്തി രേച്ചിയും കൂടി അത് പെറുക്കാൻ വേണ്ടി പോകും. അപ്പൊ അവിടെ പോകുമ്പോ സുഗതേച്ചി അവിടെ കട നടത്തുന്ന സുഗതേച്ചി അന്ന് രാവിലെ ഇപ്പൊ പീഡിയലല്ല, അന്ന് പീഡിയലാണ് പത്രമുള്ളൂ. എന്നോട് ചോദിച്ചു, നിന്റെ സ്കൂളില് വേറെ രതീഷ് കുമാർ ഉണ്ടാ? ഞാൻ പറഞ്ഞു അറിഞ്ഞൂടാ. നീ ഇന്നലെ സ്കൂളിൽ ഇവിടെ പോയ വളപട്ടണത്ത് പോയി, നിനക്ക് കലാപ്രതിഭ പട്ടം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്ന പദമാണ് പ്രതിഭ അല്ല, കലാപ്രതിഭാ പട്ടം. അവസാനത്തെ വാക്കാണ് നമ്മുടെ മനസ്സിൽ പട്ടം. അതായത് പ്രതിഭാ പട്ടം. ഉടൻ എന്റെ മനസ്സിൽ വന്നത് പാപ്പൻശ്ശേരി അമ്പലത്തിൽ അന്ന് ശിവരാത്രിക്ക് ഉത്സവത്തിന് പോയത് ഈ ആനയുണ്ട്, ആനയുടെ മുകളിൽ നെറ്റിപ്പട്ടം. ആകെയുള്ള സാധനം ഈ പട്ടം എന്ന് പറഞ്ഞ നെറ്റിപ്പട്ടമാണ് നമ്മുടെ മനസ്സിൽ വന്ന സാധനം. അതും നമ്മൾ വലിയ ഒരുപാട് യാത്രകളൊന്നും ഇല്ലല്ലോ. അമ്മമ്മയുടെ കൂടെ അമ്മമ്മ എല്ലാ തെയ്യം കാണുന്ന സ്ഥലത്ത് കൂട്ടിയിട്ട് പോകും. പാപ്പൻശ്ശേരി കാർത്തിക് വാങ്ങാം എല്ലായിടത്ത് പോകും. അപ്പൊ അങ്ങനെ പാപ്പൻശ്ശേരി അമ്പലം. അപ്പൊ അതിനിടയിൽ ചോദിക്കട്ടെ, ഷൈനിയും പിന്നെ മോളും ഈ കഥകളൊക്കെ നേരത്തെ കേട്ടിട്ടുണ്ടോ? ഷൈനി കേട്ടിട്ടുണ്ട്. പല്ലവി എല്ലാം കേട്ട് കാണില്ല. ഓക്കെ. എന്നിട്ട് ഒരിക്കലില്ല. അപ്പൊ ഇയാളിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോ അച്ഛൻ മാത്രം പറഞ്ഞോണ്ടിരിക്കുന്നത് എന്ന് വേണ്ട ഇരിക്കട്ടെ. അപ്പൊ ഈ നെറ്റിപ്പട്ടാണ് ഓർമ്മ വന്നേ. അപ്പൊ എനിക്കൊരു നെറ്റിപ്പട്ടം കിട്ടാൻ പോകുന്നു. അതുമല്ല ഇത്രയും വലിയ സാധനം ഞാനിങ്ങനെ
ഒരു നിഷ്കളങ്കമായ ചിന്തയാണ്. ഇത് വലിയതല്ലേ, മഞ്ഞ ഉരുളയൊക്കെ ഉരുളുന്നൊക്കെ ഉണ്ടാവില്ല, ഇതൊക്കെ എങ്ങനെയാണ് ഈ ആനയുടെ നെറ്റി കെട്ടുന്ന പോലെ ഇത് ഞാനിങ്ങനെ നെഞ്ഞത്ത് കെട്ടി നടക്കാം. ഞാൻ വിചാരിക്കുന്നേ. നമ്മൾ ഇതൊരു കേട്ടു. അന്ന് അമ്മേനോട് ഞാൻ വന്നു, അമ്മേ ഒരു പട്ടം കിട്ടിയിട്ടുണ്ട്, ഒരു വലിയ ആണോ മോനെ എന്ന സാധനം. എന്റെ അമ്മയെ ചോദിച്ചത് എന്താന്ന് അറിഞ്ഞൂടാ. അന്ന് രാവിലെ പതിവിലും ഉത്സാഹത്തോടെ സ്കൂളിൽ പോയി. എന്തോ സാധനം കിട്ടിയല്ലോ. അപ്പൊ വേറെ സ്കൂളിലേക്ക് പോയി. മാഷ് എന്നെ കാത്തിക്ക, കലശൻ മാഷ്. ഈ പട്ടം അണിയിക്കാനാണോ? മാഷ് മോനെ ഈ ഇതാണോ? അപ്പൊ നമ്മള് യൂണിഫോം ഇട്ടല്ലേ പോയി. എന്നിട്ട് പറഞ്ഞു, മോൻ വീട്ടിൽ പോയിട്ട് നല്ലൊരു കുപ്പായം, കളർ കുപ്പായം ഇട്ടിട്ട് വാ, നമുക്ക് ഫോട്ടോ എടുക്കാൻ പോകും. അങ്ങനെ ഞാന് വേഗം വീട്ടിൽ പോയി. വീണ്ടും വീട്ടിൽ പോയി അമ്മയോട് പറഞ്ഞു, അമ്മ പിന്നെ മാഷ് നല്ല ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും പോയി വേറെ നല്ല കുപ്പായിലിട്ട് വീണ്ടും സ്കൂളിൽ വന്നു. ഹാജി റോഡിന് പാപ്പൻശ്ശേരി സ്മാർട്ട് സ്റ്റുഡിയോ ഉണ്ട്. ഒരുപാട് എനിക്ക് തോന്നുന്നു പാപ്പൻശ്ശേരിക്കാരുടെ റെയിൽവേ ഗേറ്റിന് അടുത്തായിട്ടല്ലേ? അതെ അതെ, ജീവിത മുഹൂർത്തങ്ങൾ പകർത്തിയ പിന്നെ പാപ്പൻശ്ശേരിക്കാരുടെ മെയിൻ സ്റ്റുഡിയോയിൽ ഒന്നാണ്. അങ്ങനെ പോയി ആദ്യത്തെ ക്ലിക്ക് വേണു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ഇങ്ങനെ ആദ്യത്തെ ഫോട്ടോഗ്രാഫ്, ആദ്യത്തെ ഒരു എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഫോട്ടോ. എന്നിട്ട് പിറ്റേന്ന് അങ്ങോട്ട് പത്രങ്ങളിൽ മുഴുവൻ നമ്മുടെ പടമല്ലേ, ചിത്രപത്രങ്ങളും എല്ലാ പത്രവും വരുന്നു. ഒരു വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അങ്ങനെ നാട് മുഴുക്കൻ. ഇന്ന് പല്ലവി സ്റ്റാർ സിംഗർ മേടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഈ പലയിടത്തും അനുമോദനം കിട്ടുമ്പോൾ ഒക്കെ എൻ്റെ മനസ്സെപ്പോഴും പഴയതിലേക്ക് പോകും. അന്ന് ഞാൻ പാപ്പൻശ്ശേരി പഞ്ചായത്തിലെ ആദ്യ കലാപ്രതിഭയാണ്. അന്ന് ആ വർഷം UP വിഭാഗത്തിലെ കലാതിലകമായിരുന്നത് സുനയനേച്ചിയാണ്. അതും എന്റെ വീടിനടുത്താണ്. സുനയനേച്ചി ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന ചലച്ചിത്ര നടിയാണ്. സുനയന. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഒരേ വർഷം വന്നവരാണ്. എന്റെ ചേച്ചി 7ലും ഞാൻ 4ാം ക്ലാസ്. അങ്ങനെ നാട്ടിൽ മുഴുക്കൻ അനുമോദനം, സ്വീകരണം. അപ്പൊ ഞാൻ എന്നെയും സുനയനേച്ചിയും വിളിക്കും. അപ്പൊ അച്ഛൻ സൈക്കിളിൽ ഞാൻ പിറകിലിരിക്കും, സുനയനേച്ചിയുടെ അച്ഛൻ സുനയനേച്ചിയുടെ പിറകിൽ ഒരുമിച്ചാണ്. അതിനിടയിൽ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മൾ വലിയൊരു ആനപ്പട്ടം പ്രതീക്ഷിച്ചാണല്ലോ പോകുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് വന്ന് പിറ്റേന്ന് അസംബ്ലിയില് കലാപ്രതിഭാ പട്ടം എന്നുള്ള പറഞ്ഞ സാധനം ചെറിയൊരു ട്രോഫിയാണ്. അതായത് നമ്മുടെ ബാലകലാപ്രതിഭാ പട്ടം എന്നാണ്, ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ്, അതിന്റെ പേരതായിരുന്നു. അപ്പൊ 4ാം ക്ലാസ്സിൽ നിന്ന് അത് കിട്ടിയതിൽ അതിലേറ്റവും പറയാതിരിക്കാൻ വയ്യ. അച്ഛൻ അന്ന് ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ ഓട്ടോ കമ്പനിയിലാണ്. അപ്പൊ അവിടെ കാർപ്പൻറ്റേഴ്സ് ഉണ്ടാവും, മറ്റെല്ലാ വിഭാഗം പണിക്കാരും ഉണ്ടല്ലോ, ചെറിയ ആൾക്കാർ. അച്ഛൻ അവരോട് പറഞ്ഞു, ഇതിനി പിന്നീട് കിട്ടും നമുക്ക് അറിഞ്ഞൂടല്ലോ. തീർച്ചയായും ആദ്യമായിട്ട് കിട്ടിയ ഒരു ട്രോഫി, കുഞ്ഞു ട്രോഫി, വളരെ കുഞ്ഞു ട്രോഫി. എന്റെ കയ്യിൽ അത്രയുണ്ടോ. എന്റെ പിറകിൽ രതീഷ് കുമാർ BP, ബാലകലാപ്രതിഭ, പാപ്പിൻശ്ശേരി ഉപജില്ലാ കലോത്സവം, ഇത്ര വർഷം. ഇതാണ് ഉള്ളത്. അച്ഛൻ എന്ത് ചെയ്ത് പിന്നീട് കിട്ടുമെന്ന് അറിയില്ലല്ലോ. അപ്പൊ എന്തായി, അച്ഛൻ നല്ലൊരു ഫ്രെയിമൊക്കെ അടിച്ച് ഒരു ഗ്ലാസിന്റെ കൂടൊക്കെ ആക്കി തൂക്കാൻ വേണ്ടി കൊണ്ടുവന്ന് നമ്മുടെ വീട്ടില് നേരെ ക്ലോക്കിന്റെ അടുത്ത് ചുമരിന്റെ അടുത്ത് തൂക്കി. പിന്നീട് കിട്ടുന്നു അറിഞ്ഞു. അവിടുന്ന് തുടങ്ങിയ യാത്രയാണ് ഇന്നീ കാണുന്ന. 5ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും പിന്നീട് അത് അടുത്ത വർഷം ഇതെനിക്ക് തുടരണം എന്ന ഒരു ആഗ്രഹം അവിടെ വന്നു. കാരണം നമ്മളവിടെ ഒരു സെലിബ്രിറ്റി ആയിട്ട് അങ്ങനെ അല്ല, പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അതന്നെ അല്ല, എല്ലാവരും ആഘോഷിക്കുകയാണല്ലോ. ഈ ആഘോഷിക്കപ്പെടലാണല്ലോ ഇതിന്റെ നിലനിർത്തണം എന്നതാണ്. അതാണ്. അത് 5ന്ന് കിട്ടി. 6ാം ക്ലാസ് സൗത്ത് UP സ്കൂളിലെത്തി. 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, +1, +2. ഇത്രയും വർഷവും ഞാൻ എൻ്റെ ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് 10ാം ക്ലാസ്, ഞാൻ പഠിച്ച 10ാം ക്ലാസ് ഉള്ള സമയത്താണ് കലാപ്രതിഭാ പട്ടം അവസാന വർഷമുള്ളത്. അത് കഴിഞ്ഞത് മുതൽ പ്രതിഭാപട്ടം നിർത്തി. ഗ്രേഡ് പിന്നെ നമുക്ക് ഗ്രേഡ് അല്ല, പക്ഷെ 3 ഐറ്റത്തിന് പങ്കെടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഐറ്റം. ഒരുപാട് നിബന്ധനകൾ. അല്ല, അത് മാത്രമല്ല, അവിടെ വന്നിട്ടില്ലേ കോമ്പറ്റീഷൻ, ടൈറ്റ് കോമ്പറ്റീഷൻ വരുന്നു, പലതരത്തിലുള്ള ബാഹ്യമായ ഇടപെടലുകൾ വരുന്നു. സത്യസന്ധമായിട്ട് നമുക്ക് കഴിവിനെ അംഗീകരിക്കപ്പെടാത്ത അല്ലെ, അതുകൊണ്ടാണല്ലോ പല ആവലാതികളും വരുന്നത്, കോടതിയെ സമീപിക്കേണ്ട സ്ഥിതി വരുന്നു. അതൊക്കെ കൊണ്ടാണ് പങ്കെടുക്കുന്ന ഐറ്റംസും കുറച്ച് അല്ലെ, കുട്ടികൾ കൂടുന്നു. ശരിക്കും പറഞ്ഞാല് മത്സരങ്ങളിലൂടെ തന്നെയാണ് ഞാനൊക്കെ വളർന്നത്. അത് ഒരുപാട് അനുഭവങ്ങളാണ്. പിന്നീട് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ 7ാം ക്ലാസ് വരെ ഞാൻ നാടകത്തിലും സൗത്ത് UP സ്കൂളിൽ നമ്മുടെ KMR-ന്റെ നാടകം, KM രാഘവൻ നമ്പ്യാരുടെ നാടകം, അദ്ദേഹത്തിന് മകൻ സുധിയേട്ടൻ ഇന്ന് ദേശാമാനിൽ വർക്ക് ചെയ്യുന്നത്. സുധിയേട്ടനാണ് സംവിധാനം ചെയ്തത്. സുധിയേട്ടൻ സംവിധാനം ചെയ്ത നാടകത്തിൽ അന്ന് ഉദ്ദണ്ഡ പരദണ്ഡ ഭൈരവൻ എന്ന് പറയുന്ന കഥാപാത്രം ഞാൻ അവതരിപ്പിച്ചിട്ട് ജില്ലയിൽ ഏറ്റവും മികച്ച നടൻ ഞാനായിരുന്നു 6ാം ക്ലാസ് പഠിക്കുമ്പോൾ.
പക്ഷെ 7ാം ക്ലാസ്സിലെത്തി, ഹൈസ്കൂൾ 8ാം ക്ലാസ്സിലെത്തിയപ്പോൾ അജയൻ മാഷ്, നമ്മുടെ AV അജയൻ സെക്രട്ടറി മാഷൊക്കെ എൻ്റെ അജയ് മാഷ് എൻ്റെ അച്ഛൻ്റെ ശിഷ്യൻ കൂടിയാണ് കേട്ടോ. അതല്ലേ, മാഷൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ യാത്രകളിൽ ഭയങ്കരമായ ഊർജ്ജമായിട്ട് ഇന്നും എൻ്റെന്ന് പറയാൻ പറ്റില്ല, എൻ്റേത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഇവളുടേതും ഞങ്ങളുടേതും ഒക്കെ ജീവിതത്തിൽ ഇന്നും ഊർജ്ജം നൽകിക്കൊണ്ടിരിക്കും. അജയ് മാഷും ഈ പറഞ്ഞ നമ്മൾ വലിയ സ്കൂളിന്റെ പരിസരത്താണല്ലോ അവരുടെ തറവാടും കാര്യങ്ങളും മറ്റുള്ള. അങ്ങനെ മാഷാണ് യഥാർത്ഥത്തില് ഈ മൾട്ടി ഏരിയയിൽ കളിച്ചിരുന്ന എന്നെ ഒരു സിംഗിൾ ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യിച്ചു. അത് വലിയൊരു കാര്യമാണ് കേട്ടോ, അത് പറയാതിരിക്കാം. കാരണം നീ നാടകത്തിനും ഇരുന്നും പോണ്ട, നീ പാടിയാൽ മതി. എനിക്ക് ആ സമയത്ത് വിഷമമുണ്ടായിരുന്നു, കാരണം നമുക്കിത് അറിയില്ലല്ലോ. തീർച്ചയായും മാഷ് എന്നെ നിരുത്സാഹപ്പെടുത്തി, എന്നെ എന്താ നാടകത്തിന് കൂട്ടാത്തെ, ഞാൻ എന്താ കൊള്ളൂലേ എന്ന ആറ്റിറ്റ്യൂഡ്. നിന്റെ ശബ്ദം പാടാനുള്ളതാണ്, നിന്റെ ശബ്ദം ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ ശബ്ദം പോകും. സത്യമാണ്. കഥാപ്രസംഗം പറയുന്ന സമയത്ത് ഒരു കഥാപ്രസംഗം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലളിതഗാനം പാടാൻ ശബ്ദം ഉണ്ടാവില്ല, പെട്ടെന്ന് ഭയങ്കര സ്ട്രെയിൻ ആണ്. അതാണ് നമ്മുടെ ഈ പാടുന്ന ശബ്ദവും സംസാരിക്കുന്ന ശബ്ദവും വ്യത്യാസമാണ്. അപ്പൊ അങ്ങനെ മാഷാണ് പിന്നീട് പാട്ടിലേക്ക് നീ കോൺസെൻട്രേറ്റ് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഫോക്കസിങ് ഏരിയ സംഗീതമാണെന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു.